ഞാൻ ചേരമാൻ പെരുമാളിന്റെ പള്ളിയിൽ കയറി. ഞാൻ അഭിമാന വിജൃംഭിതനായിരുന്നു. എൻ്റെ പൂർവികനായ ഒരു മനുഷ്യൻ ഭാരതം പറഞ്ഞതനുസരിച്ച് മറ്റൊരു ജീവിതധർമ്മത്തെ സ്വീകരിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുകയുണ്ടായി. ആ സാഹചര്യം എന്തോന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ സർവധർമ്മ സമഭാവനയുടെ മഹിതോദാഹരണമായി എനിക്ക് അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ സംഭവത്തിൽ അഭിമാനം തോന്നി. അതാണ് ഭാരതം. ഭാരതത്തിന്റെ മന്ത്രം അതാണ്. എന്ന് പാടിയ ഭൂമിയാണ് ഭാരതം. ലോകത്തുള്ള സകല നന്മകളും ഇങ്ങോട്ട് കടന്നു വരട്ടെ. സർവ വേദാന്തങ്ങളെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ പരസ്പരം. അങ്ങനെ ആയിരിക്കണം. അടിസ്ഥാനപരമായ ഒരു വ്യത്യാസവുമില്ല. ഭാരതം മന്ത്രിച്ചു തമസ്സോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയാൽ അത് ഭാരതത്തിന്റെ മഹിതമായ മന്ത്രമാണ്. അത് ക്രിസ്ത്യാനി പറഞ്ഞു, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. ഹിന്ദുവും ക്രിസ്ത്യാനിയും പ്രകാശമായി പറഞ്ഞു. ഖുർആനും അത് പറഞ്ഞു. അല്ലാഹു നൂർ സമാവാതി വൽ അർള്, അല്ലാഹു ആകാശ ഭൂമികളുടെ പ്രകാശമാകുന്നു. ബൈബിൾ പറഞ്ഞു ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശമാകും. സ്കന്ദോപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട്, സയേവ ജ്യോതിഷം ജ്യോതി, അത് അവനാണ് ജ്യോതിസ്സുകളിലും വെച്ച് ജ്യോതിസ്, ആകാശഭൂമികളുടെ പ്രകാശങ്ങൾക്കും പ്രകാശം. സയേവ പരമേശ്വരഃ, അവനാണ് സർവേശ്വരൻ. സയേവകി പരബ്രഹ്മ, അത് തന്നെയാണ് ഈശ്വര ചൈതന്യത്തിന്റെ ഏറ്റവും വലിയ മൂർത്തവും അമൂർത്തവുമായി പറയുന്ന ഭാവമായ ബ്രഹ്മം. സയേവകി പരബ്രഹ്മ തത് ബ്രഹ്മാഹം, ഞാനാകുന്നു ആ ബ്രഹ്മം. സംശയം, സംശയമേ ഇല്ല. അള്ളാഹുവിന്റെ, യഹോവയുടെ, ഭഗവാന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യം, വെറും മദ്യം നിരോധിച്ചത് കൊണ്ട് മാത്രം നാം രക്ഷപ്പെടുന്നില്ല. നമ്മളുടെ ഏകാത്മതാ ഭാവമുണ്ടല്ലോ, നമ്മളുടെ ഏകമാനവ ഭാവമുണ്ടല്ലോ, അത് ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പള്ളിക്കും അമ്പലത്തിനും ചർച്ചിനും കൂടി അത് സാധിക്കണം. അതുകൊണ്ട് ഇവിടെ ലഹരിമുക്ത പ്രദേശം നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നവർ ഒട്ടും വൈകാതെ ഒരു ക്ഷേത്ര മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കണം, ലഹരി വിരുദ്ധ കമ്മിറ്റി. കാരണം തിന്മയ്ക്ക് ജാതിയും മതവുമില്ല, നന്മയ്ക്കുമില്ല. മാർഗത്തിൽ തോളോട് തോൾ ചേർന്ന് നടക്കുന്നു. എന്റെ മകനും ഇസാബിന്റെ മകനും ഈ വഴിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അവരൊരു പക്ഷേ തിന്മയുടെ കൂട്ടുകാരായിരിക്കാം. ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഒരുമിച്ച് ബാറിൽ കയറുന്നു, ക്യൂ നിൽക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനി, ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്നു. നന്മയുടെ സ്വാധീനം വളരെ കുറച്ചേ ഉണ്ടാവും, തിന്മയുടെ സ്വാധീനമാണ് വലുത്. ഭാരതീയ വ്യാഖ്യാന പ്രകാരം 3 അവസ്ഥകളാണ് ഒരു മനുഷ്യനിൽ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ സത്വഗുണം ചെറിയ അംശമാണ്, രജോ ഗുണമാണ് പ്രധാനപ്പെട്ട അംശം. നമ്മൾ മനുഷ്യരൊക്കെ രജോ ഗുണപ്രിയരാണ്. അതിൽ തന്നെ ചിലരിൽ സാത്വിക ഗുണമുണ്ട്, ചിലരിൽ തമോ ഗുണമുണ്ട്. ഏറ്റവും ചീത്തയായ പിശാചിന്റെ ഗുണം. മനുഷ്യരെപ്പോഴും പിശാചിന്റെ ഗുണമുള്ള അങ്ങോട്ടാണ് ചായ്വ്. ഇബ്ലീസിനെ ഓർമ്മിക്കുക. അതിൽ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ തമോ ഗുണത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. അതിന്റെ ഒരൊറ്റ വഴി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മനസ്സിനൊരു ബലം കിട്ടാനുണ്ട്. ദൈവമേ, ശപിക്കപ്പെട്ട പിശാചിന്റെ അടുക്കൽ നിന്നും പരമകാരുണികനായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയാലും അസതോമാ സത്യമയ, അതാണ് പ്രാർത്ഥന. തിന്മയിൽ നിന്ന് എന്നെ നന്മയിലേക്ക് കൊണ്ടുപോയാൽ. ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനൊക്കെ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഏതെല്ലാം മതക്കാർ നടത്തുന്നു എന്ന് നാം അറിയണം. ഏതെല്ലാം ആളുകൾ ആത്മാർത്ഥമായി നടത്തുന്നു എന്നറിയണം.
ഇപ്പോഴുള്ള എന്റെ പ്രായക്കാരൊക്കെ ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും. നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറില്ല. ഈ കുഞ്ഞുമക്കളെ തിന്മയുടേതേയും മാർഗത്തിലേക്ക് അത് തടയാൻ നിങ്ങൾ കൊണ്ടുവരാറുണ്ടോ? ഇല്ല, ഞാൻ കാണുന്നില്ലല്ലോ. ഇവിടെ നിങ്ങൾ കുറെ ആളുകൾ സംഘടിപ്പിച്ചില്ലേ? നിങ്ങൾ എന്താ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാതിരുന്നത് ഈ പ്രസംഗം കേൾക്കാൻ? നിങ്ങളൊക്കെ കുടിയന്മാരായതുകൊണ്ട് വന്നതാ. കുടിച്ചു പോകുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, അവരെ നിങ്ങൾ കൊണ്ടുവന്നില്ല. മക്കളുടെ കുടി കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരിക നിങ്ങളുടെ പെണ്ണുങ്ങളാണ്, അവരെ നിങ്ങൾ കൊണ്ടുവന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനൊക്കെ ഈ പ്രസംഗം കേട്ടു പോയാൽ സംഗതിയൊക്കെ ശരിയാകുന്ന. ഇപ്പോ നിങ്ങളുടെ മക്കള് പുരയിലിരുന്ന് ഉമ്മയോടൊപ്പം അമ്മയോടൊപ്പം മോഹൻലാലിന്റെ കുടി കാണുക സിനിമയില്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയലംബടനായ കാമുകൻ കാമുകിയെ ആക്രമിക്കുന്നത് കാണുകയാണ്, ഏതെങ്കിലും കുടിയന്റെ വൃത്തികെട്ട പരാക്രമങ്ങൾ കാണുകയാണ്. നിങ്ങളും ഞാനും ഇവിടുന്ന് കുത്തുവ കേൾക്കുകയാണ്. നിങ്ങൾ 52 കുത്തുവകൾ കേൾക്കും മുസ്ലിങ്ങൾ ഒരു കൊല്ലം. എല്ലാം ഖുർആനികമായ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ നിങ്ങളുടെ പെണ്ണുങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പെണ്ണുങ്ങളെയും പറഞ്ഞയക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളോ? നിങ്ങൾ ബാപ്പയും മോനും കുത്തുബ കേൾക്കുന്നു. ഒരു വെള്ളിയാഴ്ച കുത്തുബയിൽ മധ്യത്തിലെ ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 91-ാമത്തെ വാക്യം ഉസ്താദ് ഗംഭീരമായി പറയുന്നു. അബൂബക്കർ ഹാജി മോൻ അബ്ദുൽ റഫീഖ് ഇത് കേൾക്കാൻ വരുന്നു. അബ്ദുൽ റഷീദ് അങ്ങെത്തിയാൽ കാണുന്നത് മമ്മൂട്ടിയുടെ കുടിയാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ ഇതാ കാണുന്നത്. നിങ്ങൾ എല്ലാവരുടെ വീട്ടിലുമില്ലേ ഈ പെട്ടി? എല്ലാവരുടെ വീട്ടിലുമില്ലേ? ഇസ്ലാമിന്റെ കൂട്ടത്തിലുമില്ലേ പെട്ടി വെച്ചവർ? ഞാൻ മുസ്ലിങ്ങളോട് പറയാ, ഇത് ഇബിലീസ് സംഘത്തിന് പോയപ്പോ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നായിരുന്നു ചായ. അവിടെ കൊണ്ടുപോയപ്പോ ഞാൻ വഴിയിലൂടെ പെട്ടിയെ കുറിച്ച് പറഞ്ഞതാണ്. അവിടെ എത്തി വീട്ടിൽ വലിയൊരു സ്ക്രീനാണ്, ഒരു 35 mm വലിപ്പമുള്ള സ്ക്രീൻ, അതാ TV. ഞാൻ ചോദിച്ചു, അല്ല പ്രസിഡന്റ് നിങ്ങളെ വീട്ടിലുണ്ടല്ലേ ഇത്? അപ്പൊ അയാൾ പറഞ്ഞത്, നമുക്ക് വാർത്തയൊക്കെ കണ്ടൂടെ മാഷേ എന്നാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വാർത്ത ഒന്ന് വെക്ക്. അതിലെ വാർത്ത, അണ്ണാ ഹസാരെ ജൂലൈ 15-ന് നിരാഹാരം ആരംഭിക്കുന്നു. ഞാൻ ചോദിച്ചു, അല്ല മഹല്ല് പ്രസിഡന്റ്, ഇത് നിങ്ങൾക്ക് നാളത്തെ പത്രത്തിൽ കണ്ടാൽ പോരെ? എന്തൊരു തിരക്കാ വാർത്ത കാണാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവേ അനാവശ്യമായ അറിവുകളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു തരണമേ എന്ന്. പക്ഷേ നമുക്കെല്ലാവർക്കും ഈ അറിവിന്റെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കല, ഈ പെട്ടിയിലെ ഇബ്ലീസ് പെട്ടിയിലെ ചിത്രങ്ങൾ, അത് പൈശാചിക വാസന സമ്മാനിക്കുന്നതാണ്. മുസ്ലിങ്ങളോട്, ഖുർആൻ വായിക്കുന്നവരോട് ഖുർആൻ പറയുന്നുണ്ട്, എന്താണ് ഇസ്ലാമിന്റെ കല? ഖുർആൻ വിലക്കിയ മാർഗത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നതൊന്നും ഇസ്ലാമിന് കലയല്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്തതൊന്നും ഈ പെട്ടിയിലില്ല. ഉമ്മയും ബാപ്പയും ഉമ്മാമയും വല്യമ്മയെല്ലാം ഒരുമിച്ചിരുന്ന് കാണുക, എല്ലാവരും ചിരിക്കുക. എന്നിട്ട് നമ്മൾ പറയും, കുട്ടികളൊക്കെ മോശക്കാരായി പോയി. കുട്ടികൾക്ക് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അബൂബക്കറോ അല്ലെങ്കിൽ ഉമറോ അവരൊന്നല്ല മാതൃകാ പുരുഷന്മാർ. കുട്ടികളുടെ മനസ്സിലുള്ളത് ഇന്ന് ആയിഷയല്ല, ഖദീജയല്ല. കുട്ടികളുടെ മനസ്സിലുള്ളത് കള്ളു കുടിച്ച് കോടതിയിൽ തന്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ കാല് വിറച്ചു കൊണ്ടുപോയ നടി ഉർവശി അഭിനയിക്കുന്ന സിനിമയാണ്. നിങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ TV വാങ്ങിയില്ല. ഖുർആൻ പറയുന്നു, നീ അനുസരിക്കാത്തത് നീ ആജ്ഞാപിച്ച് നടക്കരുത്, നീ വിധിക്കപ്പെടുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഉസ്താദ് ഇപ്പൊ TV വാങ്ങരുത് പറയാറില്ല. എല്ലാ ഖത്തീബിന്റെ അടുത്തുണ്ട് പെട്ടി, എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരന്റെ അടുത്തുണ്ട്. ചാനല് മുഴുവൻ പൊളിച്ച് വലിച്ചിട്ടില്ലേ? അവനവൻ എന്തെങ്കിലും മാതൃക കാണിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടില്ല. വന്നസ്വലാദിയിൽ മില്ലുത്തിഹിം എന്നൊരു ചൊല്ലുണ്ട് ഖുർആൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു വർത്തമാനമുണ്ട്, മൊയ്യാർ നിന്ന് പാത്തുമ്പം കുട്ടികൾ നടന്നു പാത്തു. മനസ്സിലായില്ലേ? ഉപ്പ എന്ത് ചെയ്യുന്നോ, ഉമ്മ എന്ത് ചെയ്യുന്നോ, മാഷ് എന്ത് ചെയ്യുന്നോ, അതാണ് കുട്ടികൾ അനുകരിക്കുക. അതൊന്നും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ചിന്തിക്കാൻ വൈകിയിട്ടില്ല. ഈ ലഹരിക്കെതിരെയുള്ള പ്രസംഗം കേൾക്കാൻ മക്കളെ കൂടി കൊണ്ടുവരണം ഇനി. കാരണം ബാപ്പയും പ്രസംഗം കേട്ട് വന്ന്
നിങ്ങൾ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഈ പ്രസംഗം കേട്ട് വന്ന് അമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. മാത്രമല്ല, വീട്ടിലുള്ള സ്ത്രീജനത്തിന്റെ വിശ്വാസം എന്താ? ഇതിൽ നിന്നൊരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല ശരിയെന്ന്. ഇനി ഞാൻ അങ്ങോട്ട് പറയും, ലോകത്തോട് ഭാരതം പറഞ്ഞത് മദ്യം പേയം കുടിക്കരുത്. ധർമ്മ നിർവഹണത്തിനായി അവതരിച്ച ഭഗവാൻ യാദവ വംശത്തിലെ കുടി കണ്ട് മനസ്സ് പൊട്ടി പറഞ്ഞു, യദുകുലമേ, ഈ മദ്യപാനം അവസാനിപ്പിച്ചില്ലെങ്കിൽ യാദവ വംശം അതുകൊണ്ട് തന്നെ മുടിഞ്ഞു പോകും. ഭഗവാൻ കൃഷ്ണന്റെ ശാപോക്തിയാണ് ആത്മബന്ധുക്കളെ യദുകുലത്തിന്റെ നാശം വരുത്തിയത്. ആ ശാപത്തിന്റെ അവസാന ഫലമാണ് ഒരു ഭഗവാൻ കൃഷ്ണൻ ഒരു വേടനാൽ കൊല്ലപ്പെടുന്നത്.